ഗ്രീഷ്മയുടെ കേസ് പോലെ തന്നെ ഇന്ന് വിധി പ്രഖ്യാപിച്ച നടിയുടെ കേസും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ പൊതുസ്ഥലത്താണെങ്കിലും ഒരു ബസ്സിലാണെങ്കിൽ തന്നെയും അപരിചിതരായ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ എന്താണെന്ന് പല സ്ത്രീകളും അറിയുന്നുണ്ടാവും. ഈ കേസിലെ പ്രതികളെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ മുഖം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ക്രൂരരായ ഇവരുടെ കൂടെ ഒരു പെൺകുട്ടി എത്രയോ സമയമാണ് പീഡനത്തിനിരയായി ഒരു വാഹനത്തില് ആ കൊടിയ പീഡനം അനുഭവിക്കേണ്ടി വന്നത്. അത് ഇമാജിൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രതി പൂവൻകോഴി എന്ന മഞ്ജു വാര്യരുടെ സിനിമയില് ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ മനോവ്യഥ എത്രത്തോളം വലുതാണെന്ന് അതിൽ ആ ഒരു സിനിമയിൽ വിവരിക്കുന്നുണ്ട്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. ഇത്തരം കൊടിയ പീഡനങ്ങൾക്കിരയാകുന്ന പെൺകുട്ടികൾ ഡിപ്രഷൻ, ട്രോമ, ഫ്രസ്ട്രേഷൻ എന്നീ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അവര് ഇതിനെ അതിജീവിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ കേസിൽ ഇന്നത്തെ വിധി പ്രഖ്യാപിച്ച ഈ കേസിൽ നമ്മുടെ അതിജീവിത ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ജീവിതത്തിലേക്ക് തിരികെ വന്ന് അവൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയോട് വളരെയധികം ആദരവും ബഹുമാനവുമാണ് തോന്നുന്നത്.